തുടങ്ങട്ടെ. എല്ലാവർക്കും നമസ്കാരം. കേരള മഹിളാ സംഘത്തിൻ്റെ ഓഗസ്റ്റ് 1 ലോക് ഭവനിലേക്ക് നടത്തുന്ന മാർച്ചുമായി ബന്ധപ്പെട്ടാണ് ഈ പത്രസമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. പത്രക്കുറിപ്പ് ഇതിനോടകത്ത് നിങ്ങളുടെ കൈകളിലേക്ക് തന്നിട്ടുണ്ട്. നാരീശക്തി വന്ദന അധിനിയം ഉപാധികളില്ലാതെ നടപ്പിലാക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഡിമാൻഡ്. പാർലമെൻറ്റ് സമ്മേളനം ആരംഭിച്ച 20-ാം തീയതി മുതൽ പാർലമെൻറ്റിന് മുമ്പിൽ സംയുക്ത മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ സമരം ആരംഭിച്ചിട്ടുണ്ട്. 20-ാം തീയതി മുതലാണ് സമരത്തിൽ പങ്കെടുത്തവരാണ് ഞങ്ങളെല്ലാവരും. 20-നും 21-നും നടന്ന 2 ദിവസത്തെ സമരത്തിൽ കേരളത്തിൽ നിന്നുള്ള ഞങ്ങളും ആ സമരത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തിരുന്നു. അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലോക് ഭവനിലേക്ക് ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മാർച്ചിൽ കേരള മഹിളാ സംഘം മാത്രമാണുള്ളത്. സംയുക്ത മഹിളാ സംഘത്തിൻ്റെ പരിപാടിയല്ല. തുടർന്ന് ജില്ലകളിലും ഒക്കെ ഈ സമരം, ഈ നാരീശക്തി വന്ദന അധിനിയം നടപ്പാക്കുന്നിടം വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് സംഘടന കൈക്കൊണ്ടിട്ടുള്ളത്. പാർലമെൻറ്റിൻ്റെ മുമ്പിലെ സമരം ഇപ്പോഴും തുടരുന്നുണ്ട്. അത് സംയുക്ത മഹിളാ സംഘടനയുടെ നേതൃത്വത്തിലാണ് ആ സമരം തുടരുന്നത്. ഈ സമരം ലോക് ഭവന് മുമ്പിൽ നടക്കുന്ന മാർച്ച് ഓഗസ്റ്റ് മാസം 1-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വ ഉദ്ഘാടനം ചെയ്യും. ആ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായിട്ടുള്ള സഖാവ് ജെ ചിഞ്ചുറാണി, സഖാവ് മഹിളാ സംഘത്തിൻ്റെ നാഷണൽ വൈസ് പ്രസിഡന്റ് കൂടിയാണ്, മുൻ മന്ത്രിയാണ് സഖാവ് കമല സദാനന്ദൻ, കേരള മഹിളാ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി വസന്തം, MLA-മാരായ GR അനിൽ, സഖാവ് മുൻ MLA സഖാവ് N രാജൻ, മാങ്കോട് രാധാകൃഷ്ണൻ, ഡോക്ടർ ലതാദേവി തുടങ്ങിയ ആളുകൾ അതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കും. 14 ജില്ലയിൽ നിന്നുള്ള സഖാക്കൾ ഈ സമരത്തിൻ്റെ ഭാഗമായി ലോക് ഭവൻ്റെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇത് നിങ്ങളെ അറിയിക്കുന്നതിനും പരമാവധി പ്രചാരണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഈ നിയമം നടപ്പിലാക്കുന്നതിന് ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. സഖാവ് ബിജിമോൾ സംസ്ഥാന സെക്രട്ടറിയാണ്. സഖാവ് കവിത സന്തോഷ് ട്രഷററാണ്. ജില്ലാ സെക്രട്ടറിയാണ് രാഖി രവികുമാർ. ഷീജ ജില്ലാ പ്രസിഡൻ്റാണ് തിരുവനന്തപുരം. ഈ സമരത്തോടൊപ്പം തന്നെ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ത്രീവിരുദ്ധ നയങ്ങൾക്കെതിരെ കൂടിയാണ് ഈ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്ത്രീവിരുദ്ധ നയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ ഈ വനിതാ സംവരണ ബില്ല് ഇത്രയും കാലമായിട്ട് നടപ്പാക്കാതിരുന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഇത്രയും കാലം ഏറ്റവും കൂടുതൽ കാലം മരവിപ്പിച്ച് നിർത്തിയിട്ടുള്ളൊരു നിയമം എന്ന് പറയുന്നത് വനിതാ സംവരണ ബില്ലാണ്. 96 മുതൽ NFIW പാർലമെൻറ്റിനകത്തും പുറത്തും ശക്തമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിയമമാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില സാമ്പത്തിക നയങ്ങൾ, ഫുഡ് കോർപ്പറേഷൻ്റെ അധികാരം ഒഴിവാക്കിക്കൊണ്ട് പിറകിലൂടെ ചില കുത്തക കമ്പനികൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കാനുള്ള അവകാശം, ഇതൊക്കെ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് ബാധിക്കുന്നത്. ഒന്നാമതായിട്ട് ഇന്ത്യയിൽ വേൾഡ് ഹങ്കർ ഇൻഡെക്സ് റിപ്പോർട്ടുകൾ പരിശോധിച്ച് നോക്കിയാൽ 62% സ്ത്രീകളാണ് പട്ടിണി കിടക്കുന്നവർ. 1,35,000 കുഞ്ഞുങ്ങൾ, അത് യുനിസെഫിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ പട്ടിണി മൂലം ഒരു ദിവസത്തിനും 1 വയസ്സിനും ഇടയിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടായിരിക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സ്ത്രീവിരുദ്ധ നടപടികൾക്കെതിരെ ഞങ്ങൾ സമരം നടത്തുന്നത്. കേരളത്തിലെ ഇപ്പോൾ നടക്കുന്ന ചില വിഷയങ്ങൾ കൂടി ഞങ്ങൾ ഉന്നയിക്കും. ബി ജെ പിക്ക് നേതൃത്വം കൊടുക്കുന്ന RSSൻ്റെ നേതാക്കന്മാർ സ്ത്രീകളോടുള്ള സമീപനം, അത് കേരളത്തിൽ മാത്രമല്ല, അഡ്വക്കേറ്റ് മോഹൻദാസിനെതിരായിട്ട് ഇന്നലെ കേരള മഹിളാ സംഘം എറണാകുളത്ത് സമരം നടത്തി. അത് കേരളത്തിൽ മാത്രമല്ല, ഇത്തരം സമീപനങ്ങൾ ഇന്ത്യയിലാകമാനം സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അതിക്രമങ്ങളിൽപ്പെട്ട സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് പകരം ആരാണോ അവളെ അതിക്രമിച്ചത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സമീപനമാണ് RSSൻ്റെയും BJPയുടെ ഭാഗത്തുനിന്ന് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരം ഒരു മാനസികാവസ്ഥയായിരിക്കും തീർച്ചയായിട്ടും അത്തരം ആളുകളിൽ നിന്നുണ്ടാവുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായിട്ടാണ് കേരള മഹിളാ സംഘം മുന്നോട്ട് പോകുന്നത്. ബാക്കി കാര്യങ്ങൾ സഖാവ് ചിഞ്ചുറാണി നിങ്ങളോട് പറയും. പ്രിയപ്പെട്ട പത്രമാധ്യമ സുഹൃത്തുക്കളെ, എന്നോടൊപ്പമുള്ള കേരള മഹിളാ സംഘത്തിൻ്റെ നേതാക്കന്മാർ, വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇന്ത്യയുടെ പാർലമെൻറ്റിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം വേണം ആവശ്യപ്പെട്ടുകൊണ്ട്
നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം എല്ലാ വനിതാ സംഘടനകളും ഇതിനോടൊപ്പമുണ്ട്. കഴിഞ്ഞ 2010 ഇത് ഇന്ത്യയുടെ പാർലമെൻറ്റിലും ഒക്കെ ഇത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെല്ലാം വളരെ ആഗ്രഹിച്ചാണ് അന്ന് ഇത് നടപ്പിലാവും. പക്ഷെ കഴിഞ്ഞ BJP ഗവൺമെൻറ് 10 വർഷക്കാലം കഴിഞ്ഞു. അവരടുത്ത ഭരണത്തിലേക്ക് വീണ്ടും അവർ കയറി. ആരോടും ചോദിക്കാതെ വളരെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് പാർലമെൻറ്റിൽ ഇത് പാസ്സാക്കുന്ന നമ്മളെല്ലാം കണ്ടത്. ഞങ്ങളൊക്കെ വളരെ സന്തോഷിച്ചു. കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലും പാർലമെൻറ്റിലും ഇത് വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഒരു 33% സ്ത്രീകൾ ഈ വേദികളിൽ വരും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായി. പക്ഷെ അതിന്ന് പാസ്സാക്കിയതിന് ശേഷം പെട്ടിയിലടച്ച് വയ്ക്കുന്നൊരവസ്ഥയാണ് ഞങ്ങൾക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ അവർക്ക് വേണമെങ്കിൽ നടപ്പിലാക്കാൻ പറ്റും. അവരിപ്പോൾ പറയുന്നത് ഇത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സെൻസസ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കണം, അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ മണ്ഡലം പുനർനിർണയങ്ങൾ നടത്തണം എന്നുള്ള തരത്തിലേക്കാണ് അവരിപ്പോൾ വന്നിരിക്കുന്നത്. ഇത് രണ്ടും നടപ്പിലാക്കിയാൽ മാത്രമേ വനിതാ സംവരണ ബില്ലും നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുവാൻ പറ്റും. അപ്പോൾ അത് ഉപാധികളില്ലാതെ എന്ന് പറഞ്ഞാൽ ഈ 2 ഉപാധികൾ ഇല്ലാതെ തന്നെ അടിയന്തരമായി നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളിത് ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ കേരള മഹിളാ സംഘവും ഞങ്ങളുടെ തന്നെ ദേശീയ മഹിളാ ഫെഡറേഷൻ എന്നറിയപ്പെടുന്ന നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമനും ശക്തമായ നിലയിലുള്ള പ്രക്ഷോഭ സമരങ്ങളിലേക്ക് ഞങ്ങൾ പോയതാണ്. മുൻപ് ഞങ്ങൾ 1 മാസവും 15 ദിവസവും ഒക്കെ നീണ്ടു നിന്ന് പാർലമെൻറ്റിൻ്റെ മുമ്പിലുള്ള സമരത്തിലൊക്കെ ഞങ്ങൾ പങ്കാളികളായതാണ്. ഇനിയും അത് നീട്ടിക്കൊണ്ടുപോകാതെ നടപ്പിലാക്കണമെന്ന ആവശ്യം വീണ്ടും ഞങ്ങൾ ഉന്നയിച്ച് ഈ കഴിഞ്ഞ 20-ാം തീയതി 21-ാം തീയതി ഇന്ത്യയുടെ പാർലമെൻറ്റിന് മുമ്പിൽ ജന്തർ മന്ദറിൽ ഞങ്ങളുടെ സമരം ഇപ്പോഴും ഞങ്ങൾ നടത്തി വീണ്ടും വന്നതാണ്. അതുകൊണ്ടാണ് കേരള മഹിളാ സംഘം വീണ്ടും ഈ സമരം എത്രയും പെട്ടെന്ന് ഈ സംവരണ ബില്ല് അല്ലെങ്കിൽ നാരീശക്തി വന്ദൻ അധീനിയം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭ സമരങ്ങളിലേക്ക് ഞങ്ങൾ തുടർന്നും പോകുന്നത്. ഞങ്ങളുടെ സംസ്ഥാനത്തൊട്ടാകെ 14 ജില്ലകളിലെയും സഹാക്കൾ ഈ വരുന്ന 1-ാം തീയതി രാജ്ഭവൻ്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ലോക്ഭവൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ആ സമരം ജനങ്ങൾ അറിയത്തക്ക നിലയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു പത്രസമ്മേളനത്തിന് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവർക്കെല്ലാം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.